അനുസ്മരണ നടത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം കാണാം. എന്നൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് എത്ര സ്ഥലത്താണ് ഖുർആൻ പറയുന്നത്? മൂസാ നബിനെ ഓർക്കണം, ഈസാ നബിനെ ഓർക്കണം, ഇബ്രാഹിം നബിനെ അനുസ്മരിക്കണം, മൂസാ നബിനെ അനുസ്മരിക്കണം, ഇസ്മായിൽ നബിനെ അനുസ്മരിക്കണം. എത്ര സ്ഥലത്താണ് ഖുർആൻ പറയുന്നത്? മഹാന്മാരായ അമ്പിയാക്കളെ അനുസ്മരിക്കാൻ സുബ്ഹാനല്ലാഹ് ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനൊക്കെ ബദ്രീങ്ങൾ അനുസ്മരിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നു, ഉദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർളി തഖാഫൂന അൻ യതഖത്തഫകും الناس ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത് ത്വയ്യിബാത് ലഅല്ലകും തഷ്കുറൂൻ. സൂറത്തുൽ അൻഫാൽ 26. മഹാന്മാരായ ബദ്രീങ്ങളെ ഓർക്കാനും അനുസ്മരിക്കാനും ആ സന്ദർഭത്തിന് അനുസ്മരിക്കാൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇങ്ങനെ ധാരാളം ഖുർആനിൽ മഹാന്മാരെ അനുസ്മരിക്കാൻ വേണ്ടി പറഞ്ഞത് കാണാം. ഉദ്കുർ അബ്ദനാ ഇസ്മായിൽ, നമ്മുടെ അടിമ ഇസ്മായിൽ നബിനെ അനുസ്മരിക്കൂ നബിയെ. ഇങ്ങനെ തുടങ്ങി എത്ര കാണാം ഖുർആനിൽ. ആ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളൊക്കെ അനുസ്മരിക്കുന്നത്. എന്തിന്? അവരെ ജീവിത ചരിത്രങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ ജീവിതത്തിലെ ആ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയാണ് ഈ അനുസ്മരണ പരിപാടികളൊക്കെ നടത്തുന്നത്. മഹാന്മാരായ ബദ്രീങ്ങൾ ആണ്ടിനെ പറ്റി ഇവിടെ മൗലവി പ്രസംഗിച്ചിരുന്നു. ബദ്രീങ്ങളാണ്ട് അങ്ങനെ നബിയും സ്വഹാബത്തും നടത്തിയിട്ടില്ല, അവരാരും നടത്തിയിട്ടില്ല, സുന്നികൾ മാത്രമാണ് ബദ്രീങ്ങളാണ്ട് നടത്തുന്നത് എന്ന് ഇവിടെ മൗലവി പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു. ഈ മൗലവി കാണാത്തതിന് ഞങ്ങൾ എന്താ ചെയ്യാ? ഹദീസ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാ? സുബ്ഹാന ജല്ല ജലാലു. നോക്കൂ നിങ്ങൾ, ധാരാളം ഹദീസിൽ കാണാം. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൽ മുഅ്ജമുൽ കബീർ 4865 നമ്പർ ഹദീസ്. ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയ, റസൂലുള്ളാഹി തങ്ങളെ ശിഷ്യനാ, നബിയിൽ നിന്ന് ദീനി പഠിച്ച ആളാ. അദ്ദേഹം അതാ റിപ്പോർട്ട് ചെയ്യുന്ന നബിഹി അന്നഹു കാന യുഹീ ലൈലത 23 മിൻ ശഹ്രി റമളാൻ. പരിശുദ്ധ റമളാനിന്റെ 23ാമത്തെ രാത്രി ഹയാത്താക്കും. വലൈലത 27, അതുപോലെ 27ാമത്തെ രാത്രിയും ഹയാത്താക്കും. വലാക ഇഹ്യാഇഹി ലൈലത 17, 17ാമത്തെ രാത്രി, അന്നാണല്ലോ ബദർ യുദ്ധം നടന്നത് അല്ലേ, അന്നു ഹയാത്താക്കും. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, കൈഫ തഖുസ്സു ലൈലത 17, എന്തേ റമളാൻ 17 നിങ്ങൾ ഒരു ഹയാത്താക്കൽ, ഒരു പ്രത്യേക ഒരു പരിപാടി? ബദരീങ്ങളാണ്ട് 17 അന്നെന്താ ഒരു പ്രത്യേക പരിപാടി? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫീഹാ നസലൽ ഖുർആൻ, അന്നത്തെ രാത്രിയിലാ ഖുർആൻ ഇറങ്ങിയത്. വഫീ സ്വബീഹതിഹാ, അന്നത്തെ രാവിലെയാണ് ഫുർരിഖ ബൈനൽ ഹഖ്ഖി വൽ ബാതിൽ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയ്ക്ക് വിട്ടിരിക്കപ്പെട്ട ബദർ യുദ്ധം നടന്നത് റമളാൻ 17ന്റെ പകലിലാണ്. അതുകൊണ്ടാണ് അന്നത്തെ രാത്രി ഞാൻ ഹയാത്താക്കുന്നത്. അതിനാണ് ബദരീങ്ങളെ ആണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഉണ്ടോ? സ്വഹാബത്ത് ബദരീങ്ങളാണ്ട് നടത്തിയിട്ടുണ്ട്. നിന്റെ കണ്ണുക്ക് കാണാത്തത് കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാ? ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീർ മറിച്ചോക്ക്, അതിൽ മാത്രമല്ല ധാരാളം കാണാം. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു അൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പറ്റി, വഖാല മാ അശുക്കു മാ അംതരി അന്നഹാ ലൈലത്തു 17, ലൈലത്തുൽ ഖദർ റമളാൻ 17ന്റെ രാത്രിയാണെന്നതിൽ എനിക്ക് യാതൊരു ഡൗട്ടില്ല. എന്തേ കാരണം? ലൈലത നുസൂലിൽ ഖുർആൻ വ യൗമൽ തഖൽ ജംആൻ, അത് ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. മാത്രമല്ല ബദർ യുദ്ധം നടന്ന രാത്രിയാണ്. അന്നത്തെ പിറ്റേ പകലിലാണല്ലോ ബദർ യുദ്ധം നടന്നത്. അതുകൊണ്ട് അത് ലൈലത്തുൽ ഖദറാണ്. മുഅ്ജമുൽ കബീർ. അതുപോലെ ധാരാളം ഹദീസുകൾ കാണാം. സുബ്ഹാനല്ലാഹ്, റൂയ അൻ ത്വായിഫത്തിൻ മിനസ് സ്വഹാബ,
ഒരു കൂട്ടം സ്വഹാബികൾ, ഏതെങ്കിലും ഒരു സ്വഹാബിയല്ല, ഒരു കൂട്ടം സ്വഹാബികൾ പറഞ്ഞു അന്നഹാ തുത്ലബു ലൈലത 17ാമത്തെ രാത്രി, റമളാൻ 17ന്റെ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ. വഖാലു, എന്തേ അതിന് കാരണം? ഇന്ന സബീഹതഹാ കാന യൗമ ബദർ, അന്നത്തെ പകലിലാണ് ബദർ യുദ്ധം നടന്നത്, അതുകൊണ്ട് അന്നത്തെ രാത്രി ഹയാത്താക്കണം. അതുകൊണ്ടാ സുന്നികള് ബദരീങ്ങളാണ് നടത്തുന്നത്. എത്ര സംഭവങ്ങൾ വേണം, എത്ര ഹദീസുകൾ വേണം. അപ്പൊ ബദരീങ്ങൾ അനുസ്മരിക്കുന്നു, അതുപോലെ തന്നെ മഹാന്മാർ അനുസ്മരിക്കുന്നു. അതൊക്കെ ഖുർആനിന്റെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.